കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നിരന്തരമായി ദൈവവുമായി ബന്ധം പുലർത്തി ജീവിക്കുന്നവരാണ് നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹവും പുതിയതല്ല. എന്നാൽ ദൈവത്തെ പിൻപറ്റുന്നതിൽ നമുക്ക് വല്ല തെറ്റും പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി മാത്രം ഒരു വചനഭാഗം ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നമുക്കറിയാം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് താനൊരു ബാലനായിരിക്കുമ്പോഴാണ്. ശമൂവേൽ പ്രവാചകനാണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്. അതിനുശേഷം 30 വയസ്സിൽ മാത്രമാണ് താൻ രാജാവാകുന്നത്. അതുവരെ ദൈവിക ശിക്ഷണത്തിന് കീഴിൽ കഷ്ടതകളൊക്കെ അനുഭവിച്ച് തന്നെയാണ് ദാവീദ് വളർന്നു വന്നത്. ദാവീദിനെക്കുറിച്ച്, അവൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് യഹോവ തന്നെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: അനന്തരം അവനെ നീക്കിയിട്ട്, അവനെ എന്ന് വെച്ചാൽ ശൗൽ രാജാവിനെ നീക്കിയിട്ട് ദാവീദിനെ തിരഞ്ഞെടുത്തു. എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ദാവീദിൽ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഇഷ്ടം ചെയ്യും എന്ന് അവനെക്കുറിച്ച് യഹോവ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഒത്തിരി ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ദാവീദ്. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്. 2-ാമത്തെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ആദ്യം നമുക്കൊന്ന് വായിക്കണം. 2 ശമൂവേൽ 6-ാം അധ്യായം 1, 2, 3. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലയൂദയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. ഇനി അതിൻ്റെ 6, 7, 8 വായിക്കാം. അവർ നാക്കോന്റെ മെതിക്കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസാക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിനു നേരെ കൈ നീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരെസ് ഉസ എന്ന് പേർ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സു വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നമ്മൾ ഒന്ന് വിശദീകരിച്ച് പഠിക്കാൻ പോകണം. കർത്താവിൻ്റെ ഈ പേടകം ഇരുന്ന സ്ഥലത്ത് നിന്ന് തൻ്റെ നഗരത്തിലേക്ക് ആ പെട്ടകം കൊണ്ടുവന്നതിൻ്റെ വിശേഷണങ്ങളാണ് നമ്മൾ വായിച്ചത്. മൊത്തം നമ്മൾ വായിച്ചില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും പെറുക്കിയെടുത്ത ചില വാക്യങ്ങൾ മാത്രമേ നമ്മൾ വായിച്ചുള്ളൂ. വാസ്തവത്തിൽ ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ വലിയ ആഘോഷമായ കൊട്ടും കുരവയും വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ദാവീദിന് കഴിഞ്ഞില്ല. ദാവീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവമായും അവന് ദൈവത്തോട് ചേർന്ന ഒരു ഹൃദയമുണ്ടായിരുന്നു.
ഈ സംഭവം ദാവീദ് ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പേടകം ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയതാ. ഏലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുരോഹിതനായിരുന്ന കാലത്ത് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഫിലിസ്തീർ ജയിച്ചു. യുദ്ധത്തിൽ ഫിലിസ്തീർ ജയിച്ചപ്പോൾ ഇസ്രായേൽക്കാർക്ക് തോന്നി, നമ്മൾ ഷീലോയിൽ സൂക്ഷിച്ചിരിക്കുന്ന യഹോവയുടെ പെട്ടകം യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ തങ്ങൾ യുദ്ധം ജയിക്കും. യഹോവയുടെ പെട്ടകം തങ്ങളോട് കൂടെ സൂക്ഷിക്കുകയാണെങ്കിൽ യുദ്ധം യഹോവ തങ്ങൾക്ക് വേണ്ടി നേടും. അങ്ങനെ അവർ ആ പെട്ടകം, ഷീലോയിലിരുന്ന പെട്ടകം യുദ്ധസ്ഥലത്ത് കൊണ്ടുവന്നു. യുദ്ധസ്ഥലത്ത് ഇത് കൊണ്ടുവന്നപ്പോൾ ജനം വലിയ ആരവമുയർത്തി. ഈ ആരവം കേട്ടിട്ട് ഫിലിസ്ത്യ പട എന്താണ് ഈ നടക്കുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി യഹോവയുടെ പെട്ടകം യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഫിലിസ്ത്യര് വളരെ ഭയപ്പെട്ടു. കാരണം ജാതികൾക്ക് യഹോവയെ ഭയമായിരുന്നു. ആർക്കാണ് ഭയമില്ലാതെ പോയത്? ദൈവജനം എന്ന് വിളിക്കുന്നവർക്ക് ഭയം ഉണ്ടായില്ല. അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. പക്ഷെ ഫിലിസ്ത്യർ, ആ നേതാവ് അവരുടെ ആളുകളോട് പറഞ്ഞു, നമ്മളിന്ന് വളരെ ഉത്സാഹത്തോടു കൂടെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അവരങ്ങനെ ഉത്സാഹത്തോടെ യുദ്ധം ചെയ്തു. ഇസ്രായേൽക്കാർ തോറ്റോടി. ഈ ഫിലിസ്ത്യർ എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽക്കാർക്ക് ഇത്രയും ബഹുമാനത്തോടു കൂടി കൊണ്ട് നടക്കുന്ന പെട്ടകം അവരെടുത്തുകൊണ്ട് പോയി. അങ്ങനെ നാടൻ ഭാഷയിൽ പറഞ്ഞ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇസ്രായേൽ പാളയത്തിലേക്ക് മടങ്ങി. യുദ്ധവും തോറ്റു, യഹോവയുടെ പേട്ടകവും പോയി. ഇത് സംഭവിച്ചത് ഏലി പുരോഹിതൻ്റെ കാലത്താണ്. ഏലി പുരോഹിതനെ നമ്മൾ കണ്ടുമുട്ടുന്നത് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിലാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ ഈ പുരോഹിതനായ ഏലിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള ആലോചനകളൊന്നും ലഭിക്കാതെ ഏതാണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തുപോയവനെ പോലെ ജീവിക്കുന്നത്. അതിൻ്റെ ചില കാരണങ്ങളുമുണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലുകൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം പട്ടിണിയൊന്നും വിധിച്ചിട്ടില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ദൈവവേല ചെയ്യുന്ന ഒരുത്തനും പട്ടിണി കിടക്കേണ്ട ഒരു ഗതികേട് ദൈവം വരുത്തിയിട്ടില്ല. അത് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകളൊന്ന് നോക്കിയാൽ മതി. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളാണുള്ളത്. അതിൽ ഒരു ഗോത്രം ലേവി. ലേവി ഗോത്രത്തിന് ഭൂമിയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, ആട് വളർത്താൻ പറ്റില്ല, വരുമാന മാർഗമായ അവർക്കൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിലെ ബാക്കി 11 ഗോത്രങ്ങൾക്ക് ദൈവം ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. അവർ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം 10-1 ആലയത്തിൽ കൊണ്ടുവരണം. അത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള ഉപജീവന മാർഗമാണ്. അപ്പോൾ 11 ഗോത്രം തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന 10 റുപ്യയിൽ നിന്ന് 1 റുപ്യ ആലയത്തിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ എത്രയുണ്ടാവും?
9 ഉണ്ടാവും. 10 പോയ 9 ഈ 11 പേര് കൊടുക്കുന്ന ഓരോ ഉറുപ്പിക വെച്ച് ലേവിക്ക് എത്ര ഉറുപ്പിക കിട്ടും? ലേവിക്ക് 11 കിട്ടും. അപ്പൊ ദൈവം തൻ്റെ വേല ചെയ്യുന്നവരെ പട്ടിണിക്ക് ഇടാനൊന്നും ഒരു കാലത്തും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പുരോഹിതന്റെ ഓഹരി എടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനയാണ് ഈ പിള്ളേർ തെറ്റിച്ചത്. അവരെന്ത് ചെയ്യുന്നു? യാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ മുപ്പല്ലി കൊണ്ടുവന്ന് തങ്ങൾക്ക് ബോധിച്ചൊക്കെ കൊണ്ടുപോകും. അപ്പൊ അവര് പറയും, അങ്ങനെ ചെയ്യരുത്. യഹോവയ്ക്കുള്ളത് എടുത്തിട്ട് യാഗപീഠത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും എടുത്തോ. പക്ഷെ അവരത് കൂട്ടാക്കില്ല. ഇനി ഈ പുരോഹിത പുത്രന്മാരുടെ കയ്യിലിരിപ്പ് ഒന്നും കൂടെ മനസ്സിലാക്കാൻ 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കേ. 1 ശമൂവേൽ 2:22. ഏലി വൃദ്ധനായി തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. ഇവന്മാരുടെ കയ്യിലിരിപ്പ് പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ മക്കൾക്ക് കല്യാണം കഴിക്കരുതെന്നൊരു നിയമമൊന്നുമില്ല. അത് 16-ാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്കര് അവരുടെ സഭയ്ക്കുണ്ടാക്കിയ നിയമമാണ്. ബാക്കി കേരളത്തിലുള്ള എല്ലാ സഭകളിലെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം, ഓർത്തഡോക്സ് അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം, യാക്കോബക്കാർക്ക് കഴിക്കാം, CSIക്കാർക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് വിലക്കിയത് കത്തോലിക്ക സഭയാണ്. അതും 16-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഒരു നിയമമാണ്. ആദ്യകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിന് കൊട്ടിൽപ്പുര എന്നാണ് വിളിക്കുക. കൊട്ടിൽ എന്ന് വെച്ചാൽ ഹൈന്ദവരുടെ വീടുകളിൽ അമ്പലങ്ങളുള്ള വീടുണ്ടാവും, അതിന് പറയുന്ന പേരാണ് കൊട്ടിൽപ്പുര. എന്നതുപോലെ ഞങ്ങളുടെ തറവാട്ടിലെ ഒരു കുടുംബത്തെ വിളിച്ചിരുന്ന് കൊട്ടിൽപ്പുര എന്നാണ്. കാരണം അവരുടെ വീട്ടിൽ കുർബാന ചെല്ലുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ കൊട്ടിൽപ്പുര പൊളിച്ചു കളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പലക ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു ടീപ്പോയ് ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് വന്ന് കാണാവുന്നതാണ്. അതൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കഷ്ണം കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഉപയോഗിച്ചിരുന്ന മെഴുകുതിരിക്കാലും ബാക്കി സാധനങ്ങളും ഇന്നും ഞങ്ങൾ തറവാട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇവന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? പെണ്ണ് കെട്ടാമായിരുന്നു. പക്ഷെ ഇവന്മാർക്ക് അത് വേണ്ട. ഇവരെന്ത് ചെയ്യുന്നു? സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അപ്പോൾ ഇവർ ഈ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പലവിധ ജോലികൾക്കായി വരുന്ന സ്ത്രീകളിൽ അവർക്ക് ബോധിച്ച സ്ത്രീകളോടൊത്ത് ഈ ഏലി പുരോഹിതന്റെ മക്കൾ വ്യഭിചരിക്കുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ ഏലി പുരോഹിതൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവരെ ഒന്നും നേരെയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഈ ഫിലിസ്ത്യര് യുദ്ധത്തിന് വന്നത്. ഇനി അതേ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെടുമല്ലോ. യുദ്ധക്കളത്തിൽ വച്ചു തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുമല്ലോ. യഹോവയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യഹോവ നിർത്തിയിരിക്കുന്ന ആളുകൾ യഹോവയ്ക്ക് ചേരാത്ത രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ യുദ്ധം പരാജയപ്പെടും. അതിലെന്തത്ര തർക്കം? കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അവര് ആയി പട്ടണം പിടിക്കാൻ പോയി. ചെറിയ പട്ടണമാണ്. അതുകൊണ്ട് ജോഷു അവരോട് പറഞ്ഞു, ഇത്ര ആളുകളൊന്നും നിങ്ങൾ പോണ്ട, കുറച്ച് പേര് പോയാൽ മതി. പക്ഷെ പോയിട്ടെന്തുണ്ടായി? പോയവരൊക്കെ
തോറ്റുമടങ്ങി കുറെ ആളുകൾ ചാവുകയും ചെയ്തു. യോശുവയ്ക്ക് ഭയങ്കര പ്രയാസമായി. അങ്ങനെ ദൈവസന്നിധിയിൽ കരഞ്ഞ ജോഷുവയോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞിട്ടെന്താ കാര്യം? നീ ജനത്തെ കുടുംബമായി ഗോത്രമായി തെരഞ്ഞെടുത്ത് നിർത്തിയിട്ട് അതിൽ തെറ്റ് ചെയ്തവനെ കണ്ടെത്താൻ പറഞ്ഞു. അപ്പോഴാണ് ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദഹിപ്പിച്ച് കളയേണ്ട യെറിഹോ പട്ടണത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അവന് കണ്ണിന് കുളിർമ തോന്നിയ പൊന്നിൻ്റെ കട്ടി, കുറച്ച് വെള്ളി, കുറച്ച് ഉടുപ്പുകളൊക്കെ അവൻ സൂക്ഷിച്ചു വെച്ചു. ആ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് നിമിത്തം ഇസ്രായേലിന് യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്നു. അത് സത്യമാണ്. അത് ദൈവവചനത്തിൽ പല സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട്. നാം ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിച്ച ഒരു കൂട്ടമായിരിക്കെ നമ്മിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നാം ചെയ്യുന്നതിലൊന്നും നമുക്ക് വിജയം കിട്ടുകയില്ല. കാരണം നാം ശുശ്രൂഷിക്കുന്ന ദൈവം ഈ വക കാര്യങ്ങളിൽ ടോളറേറ്റ് ചെയ്യുന്നവനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ജനം യുദ്ധത്തിന് പോയി തോറ്റു. അപ്പോൾ അവരൊരു ബുദ്ധി ഉപയോഗിച്ചു. 4-ാമത്തെ വാക്യം. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ ഹോഫ്നിയും ഫിനെഹാസും? ഈ വ്യഭിചാരികൾ യഹോവയ്ക്കുള്ള ബലിപീഠത്തിൽ നിന്ന് യാഗാർപ്പണത്തിന് മുമ്പ് മാംസം മോഷ്ടിച്ച് തിന്നുന്ന ഈ 2 പേരും ഈ പെട്ടകത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ പെട്ടകോടെ കൊണ്ടുവച്ചു. അതിനുശേഷം യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഇസ്രായേൽ ആഘോഷമായിട്ട് തോറ്റു എന്ന് മാത്രമല്ല, ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വന്ന ഒരാൾ ചില കാര്യങ്ങൾ അവനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. ശമൂവേൽ 1 ശമൂവേൽ തന്നെ 4-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി, ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു. കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും അവർ വധിക്കപ്പെട്ടു. ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പുരോഹിതനും അവൻ്റെ 2 മക്കളും ഒരേ ദിവസം മരിച്ചു. വാസ്തവത്തിൽ ഇത് സംഭവിക്കുമെന്ന് ഏലിയോട് നേരത്തെ പറഞ്ഞിരുന്നതാ. മനസ്സിലായോ? പറഞ്ഞിരുന്നതാ. എങ്ങനെ? നമ്മളോട് ഇന്ന് പറഞ്ഞതുപോലെ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയും. അത് അന്ന് സ്നാപക യോഹന്നാൻ പരീശന്മാരോടും സദൂക്യരോടുമാണ് പറഞ്ഞത്, സത്യം. പക്ഷെ ഇന്നത് പറയുന്നത് പരീശന്മാരോടും സദൂക്യരോടും അല്ല. ഇന്നത് എന്നോടും നിങ്ങളോടാണ് പറയുന്നത്. ദൈവത്തിനുണ്ടോ വല്ല മുഖന്നോട്ടോ? നല്ല ഫലം കായ്ക്കാത്തതൊക്കെ വെട്ടി തീയിലിടും. അങ്ങനെ ഈ പെട്ടകം ഫിലിസ്ത്യരുടെ കയ്യിലെത്തി. പക്ഷേ ഈ പെട്ടകം ഫിലിസ്ത്യരുടെ ചെന്നപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം അവർ ഈ പെട്ടകം കൊണ്ടുപോയിട്ട് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ, ഗാസയിലുള്ള ദാഗോൻ്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. 1 ശമൂവേൽ 5-ന്റെ 1-2 വായിക്കാം. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ഇതിനെ പ്രതിഷ്ഠിച്ചു. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ
ഈ ദാഗോന്റെ തല ഒടിഞ്ഞ് നിലത്ത് വീണ് കൊടുക്കണു. യഹോവയുടെ പേടകം അതിൻ്റെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. കാരണം യഹോവ നമ്മുടെ ദേവൻ്റെ മേൽ ജയം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? അത് അവിടെ നിന്ന് എടുത്ത് ഗത്തിലേക്ക് കൊടുത്തയച്ചു. ഗത്തിൽ ചെന്നപ്പോൾ ഗത്തിലുള്ള സകല ആണുങ്ങൾക്കും മൂലക്കുരു. ഈ മൂലക്കുരുവിന് ഒരു പ്രശ്നമുണ്ട്. ഈ മൂലക്കുരുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ മൂലക്കുരു ഉണ്ടെന്ന് തോന്നില്ല, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആർക്കും തോന്നില്ല. പക്ഷെ ഈ രോഗമുള്ളവരോടൊന്ന് ചോദിക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, വേദന കൊണ്ട് വേദന. അപ്പോൾ ഈ ഗത്തുകാരെന്ത് ചെയ്തു? അത് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. എവിടേക്കാണ് മാറ്റിയത്? അവരത് എക്രോണിലേക്ക് മാറ്റി. അപ്പം എക്രോണുകാർക്കൊക്കെ മൂലക്കുരു. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. 7 മാസം കൊണ്ട് അവരിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കിടന്നു. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളൊന്ന് വായിച്ചു. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഇത് ചെന്നോടത്തൊക്കെ നാശം വതയ്ക്കുക. അപ്പോൾ അവരവരുടെ ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പ്രശ്നം വെച്ചു, എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പെട്ടകം നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഉപദ്രവം മാറില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പെട്ടകം തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവര് തിരിച്ചു വിടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുകം വെച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടുവിൻ. കാളവണ്ടിയല്ല ഉണ്ടാക്കേണ്ടത്, കാളവണ്ടി. പക്ഷെ കാളയെ കെട്ടരുത്. ഒരിക്കൽ പോലും വണ്ടിക്ക് കെട്ടിയിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടണം. ഈ കറവ പശുക്കളുടെ കുട്ടിയെ ഇവിടെ നിർത്തണം. എന്നിട്ട് ഈ വണ്ടി തെളിച്ചു വിടണം. അപ്പം ഈ വണ്ടി കൊടുത്തയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. പ്രാശ്നികന്മാർ, ഈ പണിക്കന്മാർ, എന്താ അവരുടെ പേര് ഉപയോഗിച്ച അങ്ങനെയല്ല, ജ്യോത്സ്യന്മാർ പറഞ്ഞു വെറും കൈയോടെ ഇത് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വന്ന മൂലക്കുരുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 5 പ്രഭുക്കന്മാരുണ്ട് ആ നാട്ടിൽ, ഫിലിസ്ത്യരിൽ. അതുകൊണ്ട് 5 മൂലക്കുരു ഉണ്ടാക്കണം സ്വർണം കൊണ്ട്. പിന്നെ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന എലികളുടെ ഓർമ്മയ്ക്കായിട്ട് 5 സ്വർണ്ണ എലികളെ ഉണ്ടാക്കണം. കാരണം അത്രയും മതിൽക്കെട്ടുള്ള കോട്ടകൾ ഈ ഫിലിസ്ത്യരുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രായശ്ചിത്ത യാഗം അർപ്പിക്കാനുള്ള സകല സാധനങ്ങളും. അപ്പോൾ പ്രായശ്ചിത്ത ബലിക്കുള്ള സാധനങ്ങൾ 5 സ്വർണം കൊണ്ടുള്ള കുരു, 5 സ്വർണം കൊണ്ടുള്ള എലികൾ, പിന്നെ പെട്ടകം. ഇത് വണ്ടിയെ കയറ്റി അങ്ങ് വിടണം. അപ്പം ഈ വണ്ടിക്ക് കാളയെ കെട്ടരുത്. ഒരിക്കലും വണ്ടി വലിക്കാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെയാണ് കെട്ടേണ്ടത്. അതിൻ്റെ കുട്ടികളെ ഒരു കാരണവശാലും ആ പശുവിൻ്റെ കൂടെ വിടരുത്. അങ്ങനെ ഇവർ ഇത് തെളിച്ചു വിട്ടു. അങ്ങനെ തെളിച്ചു വിട്ടപ്പോൾ ഈ പശുക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് വന്നു. 12-ാമത്തെ വാക്യം. പശുക്കൾ ബത്ഷെമിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബത്ഷെമെ അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ തെളിച്ചു വിട്ട പശു അവിടുന്ന് ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വന്നു. ആ പശുക്കൾ ഓടിയതിനെ കുറിച്ച് ഒരു മനോഹരമായ ചിന്ത അവിടെ തരുന്നുണ്ട്. ഇടം വലം നോക്കാതെ അത് ഇസ്രായേലിലെത്തി നിന്നു. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ചെയ്യുന്ന ഈ സിയോൻ യാത്രയിൽ കുതിരയ്ക്ക് മുഖപടം കെട്ടുക എന്നൊരു പണിയുണ്ട്. കുതിരവണ്ടി കണ്ടിട്ടുണ്ടോ? കുതിരയ്ക്ക് കെട്ടുന്ന വണ്ടിയെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വണ്ടിക്ക് കെട്ടുന്ന കുതിരയെ കണ്ടിട്ടുണ്ടോ? ഈ കുതിരയ്ക്ക് അപ്പുറവും ഇപ്പുറവും കാണാതിരിക്കാൻ വേണ്ടി മുഖപടം കെട്ടും. ഇവിടെ ഒരെണ്ണുണ്ടാവും, ഇവിടെ ഒരെണ്ണുണ്ടാവും. എന്ന് വെച്ചാൽ നേരെ ഉള്ളത് മാത്രമേ കുതിരയ്ക്ക് കാണാൻ പറ്റുള്ളൂ. കുതിര അപ്പുറത്തുള്ളത് കാണാൻ വേണ്ടി തല തിരിച്ചാൽ ഈ വണ്ടിയിലിരിക്കുന്നവൻ്റെ ചാട്ട ഈ കുതിരയുടെ മേൽ വന്നു വീഴും. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ഇത് നമ്മുടെ സിയോൻ യാത്രയിൽ നമുക്കൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ഏക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നതായിരിക്കണം. മനസ്സിലായോ? ജിംസൺ തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചു, ഇന്ന് പലരും ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, എന്നിൽ ദൈവം സംതൃപ്തനാണെന്ന് നമ്മളങ്ങ് ധരിച്ചു വശാവണ്. അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു പക്ഷേ ആ ചിന്ത നമുക്ക് വേറെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാലത്ത് ധാരാളം ലോട്ടറി ടിക്കറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു ഭാഗം ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഇത് മോശമാണോ? മോശ ഐഡിയ ആണോ? അല്ലല്ലോ, നല്ല ഐഡിയ അല്ലേ? പക്ഷെ എനിക്കൊരിക്കലും ലോട്ടറി അടിച്ചില്ല. പിന്നെ ഞാൻ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഓരോ പ്രാവശ്യവും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ ഭാഗ്യദേവതയ്ക്ക് വഴിപാട് കഴിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം വിശ്വാസികളുടെ കൂട്ടത്തിൽ പലരും നല്ല ഉദ്ദേശം വെച്ചായിരിക്കാം അവർ ലോട്ടറി എടുക്കുന്നുണ്ട്. കണ്ടുകിട്ടിയോ? ഞാൻ തന്നെ നോക്കാം. ഗ്ലോറി ജീസസ്. ഞാൻ ഉപയോഗിച്ചിരുന്ന പഴയ ബൈബിളിൽ ഞാനത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം അതെല്ലാം പേജുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ട് 60 വായിച്ചോ? എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും, വാക്യം പറഞ്ഞു കൊടുക്കുക. 11 65 ഏശയ്യാ പ്രവചനം 65 അധ്യായം അതിൻ്റെ 11 വാക്യമാണ് വായിക്കുന്നത്. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും. മതി. ഇത് ഞാൻ കാണുന്നത് വരെ, ഇത് മനസ്സിലാക്കുന്നത് വരെ ഞാൻ ഭാഗ്യക്കുറി എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഓരോ പ്രാവശ്യവും ലോട്ടറി എടുത്തിട്ട് അത് കിട്ടും അത് കിട്ടും അത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്? ആര് കടാക്ഷിച്ചാലാണ് പ്രിയപ്പെട്ടവരെ ഈ ലോട്ടറി അടിക്കുക? ഭാഗ്യദേവത കടാക്ഷിക്കുമ്പോൾ അല്ലേ? അപ്പം ഞാനൊരു കർത്താവിൻ്റെ ദാസനായിരുന്നിട്ട് ലോട്ടറി എടുത്തിട്ട് ഇത് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നത്? ഭാഗ്യദേവതയുടെ കടാക്ഷം. ഇത് മനസ്സിലായപ്പോൾ ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, കർത്താവിനോട് ക്ഷമയും പറഞ്ഞു. എൻ്റെ അറിവുകേടിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി, എന്നോട് പൊറുക്കണം. വാസ്തവത്തിൽ ഇത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. എനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു അധ്വാനം അല്ലാണ്ട് ബാക്കി പകുതി എനിക്ക് കിട്ടൂല്ലോ, ഇല്ലേ? അപ്പൊ ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഇത് കൊടുക്കണമെന്ന് വെച്ചിട്ടാണോ? ബാക്കിയുള്ളത് എനിക്ക് ഫ്രീ കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ?
എൻ്റെ സ്വാർത്ഥതയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ ജനം തങ്ങൾക്ക്, ഞാൻ ഏത് വശത്താണ് വന്നിരുന്നത്? ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലല്ലേ? 1 ശമൂവേൽ 6-ാം അധ്യായം. ഞാൻ അവിടേക്ക് തന്നെ ഒന്നുകൂടെ പോട്ടെ. ഗ്ലോറി ജീസസ്. ആ അവസാനം വായിച്ച വാക്യം ഒന്നും കൂടി വായിച്ചു. പശുക്കൾ ബേത്ഷെമേശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം, ഈ ഫാനൊന്ന് ഓഫ് ചെയ്ത്, അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചാലും മതി. ഇത് ഈ പേജ് ഇങ്ങനെ മറിഞ്ഞ് ഡാൻസ് കളിക്കുക. ഈ സാധനം അവിടെ എത്തിയപ്പോൾ ഇസ്രായേലിലുള്ള ജനം ചോദിച്ചു, ഇനിയിപ്പം നമ്മളിതിനെന്ത് ചെയ്യണം? കാരണം ഈ പെട്ടകത്തോട് അനാദരവ് കാണിച്ച ഇസ്രായേൽക്കാരെയും ദൈവം കൊന്നു കളഞ്ഞു. 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത്ഷെമേശുകാരനായ ജോഷുവയുടെ വയലിലുണ്ട്. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ഷെമേശുകാരെ അവിടുന്ന് വധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം എന്താണെന്ന് നമുക്കറിയാം. ഒരു മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി, അതിൻ്റെ ഉള്ളിൽ 3 സാധനങ്ങളുണ്ട്. നമുക്കത് ഇച്ചിരി ഡീറ്റെയിലിൽ പഠിക്കാം. അതിനൊരു മൂടിയുണ്ട്, അതിന് പറയുന്ന പേരാണ് കൃപാസനം. അതിൻ്റെ മുകളിലാണ് 2 കെരൂബുകളുടെ പ്രതിമയുള്ളത്. അപ്പം ഇതിനകത്തുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ മൂടി ഒന്ന് പൊക്കിയിട്ട് ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി 70 പേരെ യഹോവ കൊന്നുകളഞ്ഞു. സത്യവേദോസം വായിച്ചാൽ 50,700 പേരെന്നാണ് കാണുക. ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. 50,070 പേരൊന്നും സംഹരിച്ചിട്ടില്ല, വെറും 70 പേരെ സംഹരിച്ചിട്ടുള്ളൂ. സത്യവേദോസത്തിൽ അങ്ങനെയുള്ള ചില തമാശകളൊക്കെ നിങ്ങൾ കാണും, അതൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. 70 യഹൂദരെ അത് കൊന്നുകളഞ്ഞു. അത് വെച്ചാൽ യഹോവ കൊന്നുകളഞ്ഞു. അപ്പം അവർക്കും ഈ പെട്ടകം സൂക്ഷിക്കാൻ താല്പര്യമില്ല. അങ്ങനെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. കിര്യാത്യയരീമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ ഏലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അമീനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു കുന്നിൻ്റെ പുറത്താണ് താമസിക്കുന്നത്. അപ്പം അവൻ്റെ വീട്ടിലേക്ക് ഈ പെട്ടകം കൊണ്ടുപോയി അവിടെ വെച്ചു. അമീനാദാബാണെങ്കിൽ തൻ്റെ മകനായ എലയാസറിനെ അഭിഷേകം ചെയ്ത് ഈ പെട്ടകം ശുശ്രൂഷിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചു. ഈ പെട്ടകം വർഷങ്ങളോളം അവിടെ ഇരുന്നു. ഇതിന് ശേഷമാണ് ന്യായാധിപന്മാരുടെ കാലം വരുന്നത്. ഈ ന്യായാധിപന്മാർക്ക് ആർക്കും ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരു പെട്ടകമുണ്ട്, ഇത് തിരിച്ച് ഷീലോയിലേക്ക് കൊണ്ടുപോകണമെന്ന ചിന്ത ഉണ്ടായില്ല. അതിനുശേഷം ഇസ്രായേലിൽ ശൗൽ എന്നു പേരുള്ളൊരു രാജാവ് 40 കൊല്ലം ഭരിച്ചു. ഈ ശൗലിനും ഈ പെട്ടകം എവിടെയാണ്, ആ പെട്ടകം കൊണ്ട് തൻ്റെ കൊട്ടാരത്തിനടുത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കണ്ടേ, അല്ലെങ്കിൽ യോശുവ പണ്ട് സ്ഥാപിച്ച ഷീലോയിൽ കൊണ്ട് സ്ഥാപിക്കണ്ടേ എന്നൊരു ചിന്തയൊന്നും വന്നില്ല. ഈ ചിന്ത ആർക്കേ വന്നുള്ളൂ? ദാവീദിന്. അതാണ് ദാവീദിൻ്റെ ശ്രേഷ്ഠത. ദാവീദ്
ചോദിച്ചറിഞ്ഞു. യഹോവയ്ക്ക് ഇങ്ങനെ ഒരു പെട്ടകമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞ അളവിൽ കൃത്യമായിട്ട് ചമച്ച ഒരു പെട്ടകം. ആ പെട്ടകം എവിടെയാ? ഈ പെട്ടകത്തെക്കുറിച്ച് നിങ്ങളും ഞാനും അറിയുന്നത് നല്ലതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ പെട്ടകത്തെക്കുറിച്ച് അല്പം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ വിചാരിക്കും എന്തിനിപ്പോൾ ഈ പഴയ നിയമമൊക്കെ എടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം അല്ലേന്ന് ചോദിക്കും. നമുക്ക് ആ പെട്ടകം കൊണ്ട് കാര്യമൊന്നുമില്ല. 25-ാം അധ്യായത്തിൻ്റെ 10 തൊട്ടൊന്ന് വായിക്കാം. കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. മതി. അല്ലെങ്കിൽ ഒരു വാക്യം കൂടി വായിച്ചു. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിന്റെ മീതെ പുറവും പൊതിയണം. മതി, ഇത്രയും മതി. ഈ പെട്ടകം ഉണ്ടാക്കാൻ മോശയോട് പറഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്ന് ദൈവം മോശയോട് പറഞ്ഞിരുന്നു. ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 25:8. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന്, അതായത് ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനമായ ഇസ്രായേല്യരുടെ കൂടെ താമസിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പണിയേണ്ടത്. എന്നിട്ട് ഈ പേടകത്തിൻ്റെ അളവും പറഞ്ഞു കൊടുത്തു. 2.5 മുഴം നീളം. ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഈ പ്രസംഗ പീഠം നിങ്ങളൊന്ന് നോക്കുക. ഇത് 2.5 മുഴമൊന്നുമല്ല, കൃത്യമാകണമൊന്നുമില്ല. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം 2.5 മുഴമാണെങ്കിൽ കണിശമായിട്ടും ഇതിൻ്റെ പുറകുവശവും 2.5 മുഴമാകും. ഉറപ്പല്ലേ? അപ്പോൾ 2.5യും 2.5യും 5. ഇനി അതിൻ്റെ 2 വശങ്ങളും ഒരുപോലെ ഇരിക്കും. ഇത് 1.5 മുഴമാണെങ്കിൽ ഇതും 1.5 മുഴം. അപ്പോൾ 2.5യും 2.5യും 5ഉം 1.5യും 1.5യും 3ഉം. അപ്പം ഇത് 5ഉം 3ഉം തമ്മിലുള്ളൊരു ബന്ധമാണ്, അല്ലേ? ഈ 4 വശങ്ങളില്ലാതെ ഇത് പണിയാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, ഇതിന് 1.5 മുഴം ഉയരവും വേണം. അതവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ അത്രയും ആഴത്തിൽ പോകുന്നില്ല. ഇത് 5ഉം 3ഉം തമ്മിലുള്ളൊരു ബന്ധമാണ്. ഇത് തന്നെയാണ് ദൈവം നേരത്തെ പറഞ്ഞതും, എനിക്ക് അവരുടെ ഇടയിൽ പാർക്കേണ്ടതിന്. മനസ്സിലായോ? 5 എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാൽ കാര്യങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യൻ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ. മനസ്സിലായോ? പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, ഇതാണ് മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യന് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗം. 3 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. അപ്പം ഈ പെട്ടകത്തിൻ്റെ ബാഹ്യഘടന കാണിക്കുന്നത് എന്തിനാണ്? ദൈവവും മനുഷ്യനും ഉള്ള ബന്ധം. ഇതെന്ത് മരം കൊണ്ടാണ് പണിയേണ്ടത്? POCയിൽ നിന്ന് നമ്മൾ കരുവേല മരം എന്ന് കണ്ടു. സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ ഖദിര മരം എന്നാണ് കാണുക. ആണോ? ഖദിര മരം. എന്താണ് ഈ 2 മരവും? നമ്മുടെ നാട്ടിൽ ഈ മരമൊന്നുമില്ല, പക്ഷെ ഇതിന് സമാനമായ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഈ കുരുമുളക് വള്ളിയൊക്കെ പടർത്തി വിടാൻ വേണ്ടിയിട്ട് മുരുക്ക് എന്ന് പേരുള്ള ഒരു മരം നട്ടുപിടിപ്പിക്കാറുണ്ട്, ഇല്ലേ? ഇല്ലേ? ഈ മുരുക്കുമ്മലാണ് നമ്മൾ കുരുമുളക് വള്ളി കയറ്റുക. അപ്പോൾ ഈ മുരുക്കുമ്മ വളരുന്ന കുരുമുളകിന് നല്ല പിടുത്തം ഉണ്ടാവും, കൊലയിൽ ധാരാളം മണികളുണ്ടാവുന്നതാണ് വെപ്പ്. ഈ മുരുക്ക് തറിയായിട്ട് നടുമ്പോൾ വലിയ വീതി വണ്ണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ക്രമേണ ഈ സാധനം വണ്ണം വയ്ക്കും. വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ മുരുക്ക് അറുത്ത് പലകയാക്കിയിട്ട് ഒരു സവിശേഷമായ ആവശ്യത്തിന് ഉപയോഗിക്കും. എന്തിനാണെന്ന് പറയാമോ? ശവപ്പെട്ടി പണിയാൻ. കാരണം ഈ സാധനം ഉണങ്ങിയാലും ഉണങ്ങില്ല, കത്തിച്ചാൽ കത്തൂല്ല. ഇതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കുള്ളൂ.
പക്ഷെ ഈ സാധനം കൊണ്ടൊരു ഉപയോഗമുണ്ട്. ശവപ്പെട്ടി ഉണ്ടാക്കുന്നത് ഈ പലക കൊണ്ടാണ്. ഇതാരും നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. കാരണം ഇതിന് അടുത്ത് ചെന്നാൽ ഇത് കുത്തും. മുരുക്കൻ്റെ മുള്ളിൻ്റെ കുത്തു കൊണ്ടിട്ടുണ്ടോ? ഒരിക്കൽ കൊണ്ട പിന്നെ രണ്ടാമത് കൊള്ളാൻ പുതിയാണില്ല. ഇത് കാണിക്കുന്നത് സ്വാഭാവികമായുള്ളൊരു മനുഷ്യനെയാണ്. സാമാന്യ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സാമാന്യ മനുഷ്യൻ അല്ലെങ്കിൽ ലോക മനുഷ്യൻ അല്ലെങ്കിൽ ജഡ മനുഷ്യൻ ദൈവത്തിന് കൊള്ളരുതാത്തവനാ, ദൈവത്തിന് സ്വീകാര്യനെ അല്ല. പക്ഷെ ഈ മരത്തിൻ്റെ പലക ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെത്തിക്കളയണം? ഇതിൻ്റെ പുറത്തെ പാളി ചെത്തിക്കളയണം. അപ്പം പുറം പാളി ചെത്തിപ്പോയാൽ പിന്നെ അത് ഉപയോഗത്തിനെടുക്കാം, അല്ലേ? അപ്പം ഈ പുറം പാളി മുള്ളാണെന്ന് ഓർക്കണം. അപ്പം ഈ മുള്ള് ബൈബിളിൽ എന്തിനാ കാണിക്കുന്നതാ? മുള്ള് പാപത്തെ കാണിക്കുന്നതാ. അത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ എടുക്കുമെന്ന് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് പോകാം. സ്ത്രീയുടെ വാക്ക് കേട്ട് നീ എൻ്റെ കൽപ്പന നിരസിച്ചതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടു. ആ ശാപഗ്രസ്തമായ ഭൂമിയിൽ നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം കണ്ടെത്തണം. അത് നിനക്ക് മുള്ളും പറക്കാരയും മുളപ്പിക്കും. അപ്പം ഈ ഭൂമിയിൽ കാണുന്ന മുള്ളും പറക്കാരയും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. കാരണം ദൈവം സൃഷ്ടി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെന്നും 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നും ബൈബിളിലുണ്ട്. അന്ന് ആദാം പാപം ചെയ്തിട്ടില്ലല്ലോ. 3-ാം അധ്യായത്തിലാണ് ആദാമിൻ്റെ പാപവും അതിനെ തുടർന്ന് ഭൂമിയുടെ മേൽ വന്ന ശാപവും. അപ്പോൾ ഈ മുള്ള് നീക്കി അതിന്മേൽ ശുദ്ധി ചെയ്ത പൊന്നു പൊതിഞ്ഞാൽ അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നറിയാമോ? പാപം നീങ്ങിപ്പോയ മനുഷ്യൻ വിശ്വാസത്താൽ പൊതിയപ്പെട്ടാൽ അവൻ ദേവാലയത്തിലേക്ക് വരാൻ യോഗ്യനാണ്. ഇപ്പം നിങ്ങളും ഞാനും ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ യോഗ്യരായി തീർന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം നേടിയതിന് ശേഷം നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ദൈവവും മനുഷ്യനും കൂടി വസിക്കാനാണ് ഈ പെട്ടകം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ഈ പെട്ടകത്തെക്കുറിച്ച് പുതിയ നിയമത്തിലും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം എടുക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. സമാഗമ കൂടാരത്തെക്കുറിച്ച് വളരെ ക്ലിയറായി പഠിപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരു സ്ഥലകാല ബോധത്തിന് വേണ്ടി വായിക്കാം. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ചു തന്നെ ആരാധനാവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. 2-ാം വിരിക്ക് അകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമാഗമ പേടകം വെച്ചിരുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. അതിൽ 3 സാധനങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് അവിടെ പറയുന്നു. 1, പൊൻപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന മന്ന. 2, സ്വർണ്ണക്കലശ. ആഹറോന്റെ തളിർത്ത വടി. അതായത് ആരാണ് യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അപ്പം മോശ 12 ഗോത്രത്തിലെ ആളുകളെ വിളിച്ച് അവർക്കൊക്കെ ബദാം മരത്തിൻ്റെ ഓരോ കമ്പ് കൊടുത്തു.
പിറ്റേ ദിവസം അവർ നോക്കിയപ്പോൾ അഹ്റോന് കൊടുത്തിരുന്ന ആ കമ്പ് പൂത്ത് തളിർത്ത് കായ്ച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പം ആരെ തിരഞ്ഞെടുത്തു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം? അഹ്റോനെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാം. അപ്പം ആ തളിർത്ത വടി അവിടെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? 10 കൽപ്പനകൾ എഴുതിയ 2 പലകകൾ. അത് എന്താ ഈ 2 പലകയിൽ എഴുതാൻ കാരണം? ഒരു പലകയിൽ എഴുതിയിട്ട് തികയാണ്ട് വന്നപ്പോൾ രണ്ടാമത്തെ പലക എടുത്തതാണോ? അല്ല. അതിന് കാരണം 10 കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. പിന്നത്തെ 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് 2 കൽപ്പലകകളിന്മേലായി അത് എഴുതി കൊടുത്തത്. അപ്പം ഈ 2 കൽപ്പലകകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പിതാവായ ദൈവത്തെയാണ്. സ്വർണപാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മന്ന റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ്. അഹ്റോൻ്റെ തളിർത്ത വടി റെപ്രസെൻ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ നമ്മുടെ ദൈവം ഏകനായിരിക്കെ തന്നെ അതിൽ 3 ആളത്വങ്ങളുണ്ട് എന്ന് ആരുടെയും തോന്നലല്ല. അത് ബൈബിളിൻ്റെ ആരംഭം മുതൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാൻ ആളുകൾക്ക് നേരമില്ലാത്തതുകൊണ്ട് അവർ ഓരോന്ന് കേട്ട് ഓരോ സഭകൾ ഉണ്ടാക്കുന്നു. ഈ സഭകൾ ഉണ്ടാക്കിയവരൊക്കെ ഒരു ദിവസം എവിടെ ചെന്ന് നിൽക്കേണ്ടി വരും? ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ചെയ്ത പ്രവൃത്തികളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അന്ന് അവർ വെള്ളം കുടിക്കും. കാരണം അന്ന് അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഉപദേശങ്ങളൊക്കെ നമ്മളും കേട്ടത് തന്നെയാണ്. പക്ഷേ നമുക്കത് വിശ്വസിക്കാനോ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനോ പറ്റിയില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാ ദുരുപദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് നടന്നത് ഓർത്ത് ഞാൻ ആ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഒരുപാട് ദുരുപദേശങ്ങളിൽ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ എന്നെ ആ വഴിയിലേക്കൊക്കെ തിരിച്ചിനെ മാടി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ബലഹീനനായ എന്നെ അതിൽ നിന്നെല്ലാം ദൈവം കാത്തു സൂക്ഷിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പെട്ടകം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? ദൈവവും മനുഷ്യനും കൂടിയുള്ള ബന്ധമാണ്. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരം എന്താണ്? സ്വാഭാവികമായി വളരുന്ന മുള്ളുള്ള ജനത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു മരം. അതിൽ നിന്ന് മുള്ള് നീക്കി പലക ഉണ്ടാക്കി അതിനെ സ്വർണം കൊണ്ട് പൊതിയുന്നു. സ്വർണം എന്ന് പറയുന്നത് ഒരു ലോഹമാണെന്ന് നമുക്ക് തോന്നും. അല്ല, ബൈബിളിലെ സ്വർണം വിശ്വാസത്തെ കാണിക്കുന്നതാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അഗ്നി ശോധനയെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം തീയിൽ തെളിഞ്ഞു വരുന്ന പൊന്നിന് സമം. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചു കൊടുത്തോ. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈ സാധനമുണ്ട്. 7-ാമത്തെ വാക്യം. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ മുമ്പേ പറയാറുണ്ട്, സ്വർണം എന്ന് കാണുമ്പോൾ ബൈബിളിൽ അതൊരു ലോഹമല്ല. സ്വർണം വിശ്വാസത്തെ കുറിക്കുന്നു. വെള്ളി ഒരു ലോഹമല്ല, അത് ദൈവം നമുക്ക് തരുന്ന ശുദ്ധീകരണത്തെ കുറിക്കുന്നു. ചെമ്പ് ഒരു ലോഹമാണെന്ന് കരുതരുത്, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് നമ്മൾ പാടിയ ആ പാട്ടിലുണ്ടല്ലോ, കുരുകിൽ തനിക്കൊരു വീടും മീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി ഒരു കൂട് കണ്ടെത്തി. എവിടെ കണ്ടെത്തി? യഹോവയുടെ ബലിപീഠത്തിന് കീഴേ.
ബലിപീഠം ഉണ്ടാക്കുന്നതും ഇതുപോലെ യൂസ്ലെസ് ആയ ഒരു മരം കൊണ്ടാണ്. പക്ഷെ അത് പൊതിയേണ്ടത് ചെമ്പ് കൊണ്ടാണ്. ഈ പീഞ്ഞപ്പെട്ടി പോലെ യാതൊരു ബലവും ഇല്ലാത്ത ഈ മുരുക്കും പലകയിൽ നിന്ന് മുള്ളു നീക്കി പലകയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ചെമ്പ് കൊണ്ട് പൊതിയണം. എന്നിട്ടാണ് അതിൽ തീയിടുന്നത്. അപ്പം 24 മണിക്കൂറും അതിനകത്ത് തീ കത്തുമ്പോഴും ഈ ചെമ്പിന് പുറത്ത് തീ കത്തുമ്പോഴും അടിയിലുള്ള ചെമ്പ് പാളിയിലേക്ക് ചൂട് പകരാതെ ഈ ഗതിരമരം അല്ലെങ്കിൽ കരുവേല മരം സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബലിപീഠത്തിൻ്റെ അടിയിൽ നുനുത്ത ചിറകുകളുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ താമസിക്കാൻ കാരണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് തന്നെ ആശ്രയിക്കുന്നവനെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്വഭാവം. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ാമത്തെ വാക്യത്തിലുണ്ട്. എല്ലാവരുടെ ഇടയിലും അതല്ലെന്നേ, അതിൻ്റെ താഴെ നോക്ക്. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, അങ്ങനെയല്ലല്ലോ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല എന്ന് അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 6-ാമത്തെ വാക്യം. ഇതൊക്കെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരണം. വിവാഹം എല്ലാവർക്കും മാന്യം എന്നൊക്കെ പറഞ്ഞ വാക്യത്തിന്റെ താഴെ നോക്ക്. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലുള്ള ബൈബിള്, ഞാൻ ഉപയോഗിച്ചു വന്നിരുന്ന ബൈബിൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ലോകത്തൊരാൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി ഇന്ന സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പുതിയ ബൈബിളായതുകൊണ്ട് ഇതിലെവിടെ ഈ സാധനം കിടക്കണമെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ കുറഞ്ഞ പക്ഷം ഞാൻ വായിക്കാൻ പറയുന്ന ഭാഗത്ത് ഒന്ന് തപ്പി നോക്കിക്കൂടെ? അധ്യായം കറക്റ്റാണ്, മനസ്സിലായോ? അപ്പം ഈ വായിക്കാതിരിക്കുന്നവരും ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ബൈബിൾ വായിച്ചവരായിരിക്കണം, അതല്ലെങ്കിൽ പ്രശ്നമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ദൈവം തന്നെ ആശ്രയിക്കുന്ന ഒരുവനെയും ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അപ്പോൾ ചെമ്പ് കാണിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, വെള്ളി കാണിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പാപക്ഷമ, സ്വർണം കാണിക്കുന്നത് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം ദാവീദ് എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തു. ഈ പെട്ടകം എവിടെ ഇരിക്കുന്നു അന്വേഷിച്ചു, അത് ബാലയഹൂദയിലുണ്ടെന്ന് അറിഞ്ഞു. എന്നിട്ട് അവൻ അത് കൊണ്ടുവരാൻ പോയി. അപ്പോൾ കൊണ്ടുവരാൻ പോയപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ നിസ്സാരാണെന്നൊന്നും കരുതരുത്. നമ്മൾ വീണ്ടും 2 ശമൂവേൽ 6-ാം അധ്യായത്തിലേക്ക് പോകണം. 2 ശമൂവേൽ 6-ാം അധ്യായം. അതിൽ സമർത്ഥരായ 30,000 യോദ്ധാക്കളുടെ അകമ്പടി. ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി ദാവീദ് ഉണ്ടാക്കിയ സന്നാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ വായിച്ചോളാം. സമർത്ഥരായ 30,000 യോദ്ധാക്കൾ, കൂടാതെ അവരോടൊപ്പമുള്ള സകല ജനം. അപ്പോൾ ഈ പെട്ടകം കൊണ്ടുവരാൻ പോകുന്ന ആളുകൾ എത്രയാ? ഭയങ്കര സന്നാഹമാണ്. എന്നിട്ട് ദാവീദ് മനസ്സിലാക്കി, ഫിലിസ്തീയർ ഈ പെട്ടകം ഇസ്രായേലിലേക്ക് അയച്ചപ്പോൾ ഒരു പുതിയ കാളവണ്ടിയിലാണ് കൊടുത്തയച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ബാലയഹൂദയിൽ നിന്ന് ഈ പെട്ടകം കൊണ്ടുവരാൻ അവനും ഒരു പുതിയ കാളവണ്ടി ഉണ്ടാക്കി. തെറ്റാണോ? അല്ലല്ലോ. അവൻ്റെ അറിവ്, അവൻ കേട്ട് മനസ്സിലാക്കിയതാണ് അവൻ ചെയ്തത്. കാളവണ്ടിയിലാണത് വെച്ചത്. ഇത് അങ്ങനെ കൊണ്ടുവന്നാലും മതി, അല്ലെങ്കിൽ ഇതുകൊണ്ട് ദൈവം തൃപ്തിപ്പെട്ടോളും എന്ന് ദാവീദ് അങ്ങ് വിചാരിച്ചു. പക്ഷെ ദൈവം തൃപ്തിപ്പെടുകയല്ല ചെയ്തത്. ഈ പെട്ടകം കയറ്റി വരുന്ന സമയത്ത്
ഈ പെട്ടകം ആരുടെ വീട്ടിലിരുന്നുവോ അയാളുടെ മകൻ തന്നെയാണ് ഇതിനെ അകമ്പടി സേവിച്ചിരുന്നത്. എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അമിനാദാബിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകം ഇരുന്ന വണ്ടി തെളിച്ചത്. അല്ലാണ്ട് അപരിചിതരൊന്നുമല്ല. അങ്ങനെ ഈ വണ്ടിയിൽ പെട്ടകം വെച്ച് കൊമ്പും കുഴലും ഭയങ്കര ആഘോഷം എല്ലാ വിധത്തിലുള്ള വാദ്യഘോഷങ്ങളും കൊണ്ട് പോകുന്ന സമയത്താണ് ഈ കാളയുടെ കാലൊന്നുളുക്കിയത്. ഈ കാലുളുക്കിയപ്പോൾ വണ്ടി ഒരു വശത്തേക്ക് ഒന്ന് ചെരിഞ്ഞു. ഈ ചെരിഞ്ഞപ്പോൾ വണ്ടിയിലിരുന്ന പെട്ടകം നിലത്തു വീഴരുത്, അത് നല്ലതല്ലല്ലോ എന്നുള്ളത് കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഉസ്സ ഈ പെട്ടകം പിടിക്കാൻ കൈ ഉയർത്തിയത്. പക്ഷെ ദൈവം ഉസ്സായെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അന്ന് ദാവീദിന് യഹോവയോട് കോപം തോന്നിയെന്ന്. ഭയം തോന്നിയെന്നല്ല, കോപം തോന്നി. എന്താ കാരണം? ഈ കണ്ട കാലം ഈ സാധനം ചോദിക്കാനും പറയാനും ആളില്ലാതൊരു വശത്ത് കിടന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഇത്രയും വലിയ സന്നാഹൊരുക്കി ഞാൻ ഇത് കൊണ്ടുവരാൻ നോക്കിയിട്ട് ഇപ്പം ദൈവം ആ യാത്ര മുടക്കി, ഉസ്സായെ കൊന്നു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പെട്ടകം ദാവീദിൻ്റെ, ഞാൻ 10-ാമത്തെ വാക്യം വായിക്കുന്നത്, പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബേദെദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ ഇനി ഈ പെട്ടകം നാശം വരുത്തുകയാണെങ്കിൽ അത് ആ വിജാതീയനായ ഹിത്യനിരിക്കട്ടെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നാലല്ലേ ഈ പെട്ടകം എനിക്ക് ദ്രോഹം ചെയ്യുള്ളൂ, അതുകൊണ്ട് ഇനി ഈ പെട്ടകം എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൻ വിജാതീയനായ ഹിത്യനായ ഓബേദെദോമിൻ്റെ വീട്ടിൽ അത് വെച്ചിട്ട് അവൻ വീട്ടിലേക്ക് പോയി. അവങ്ങനെ ന്യൂസ് കേൾക്കാൻ കാത്തുക, ഏദോം ഓബേദിൻ്റെ അടപ്പ് യഹോവ ഉരി എന്ന് കേൾക്കാൻ. പക്ഷെ അവൻ കേട്ട വർത്തമാനം വേറൊന്നായിരുന്നു. അതിൻ്റെ താഴെയുള്ള വാക്യം, ദൈവത്തിന്റെ പേടക നിമിത്തം കർത്താവ് ഓബേദെദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിലിരുന്നപ്പോൾ ഓബേദെദോമിന് ഒരു ദ്രോഹവും ഈ പെട്ടകം കൊണ്ട് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ ചെയ്യുന്നതിനെയൊക്കെയും ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ദാവീദ് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ അനുഗ്രഹം എനിക്കല്ല കിട്ടണ്ടേ, ഞാനല്ല ഇസ്രായേലിൻ്റെ രാജാവ്. അങ്ങനെ അവൻ ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടു. 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പേടക നിമിത്തം കർത്താവ് ഓബേദെദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. ഇപ്പൊ പെട്ടകം ഒരു അനർത്ഥം ഉണ്ടാക്കാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതെങ്ങനെയുണ്ടായി? ആദ്യം കൊണ്ടുപോയപ്പോൾ അനർത്ഥമുണ്ടാക്കിയ ദൈവം ഇപ്പം അനർത്ഥമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതിൻ്റെ കാരണം ദാവീദ് ലേവ്യരെ വിളിച്ച് ചോദിച്ചു, ഈ പെട്ടകം നമുക്ക് അനർത്ഥം വരുത്താനുള്ള കാരണം എന്താണ്? അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ന്യായപ്രമാണ പുസ്തകം, അതായത് നമ്മൾ പഞ്ചഗ്രന്ഥി എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദൻ തോറ എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ തൗറാത്ത് എന്ന് പറയുന്ന ഈ പുസ്തകം എടുത്ത് വായിച്ചു. അതിൽ സംഖ്യയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം എടുത്താൽ ഇത് ആരാണ് ചുമക്കേണ്ടത്, ഏത് പ്രായമുള്ളവനാണ് ചുമക്കേണ്ടത്, ഇതെങ്ങനെയാണ് ചുമക്കേണ്ടത് എന്നെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. 4-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം, കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്ക്. ഈ ലേവി ഗോത്രത്തിൽ കൊഹാത്യർ മാത്രമല്ല ഉള്ളത്, ഗർശോന്യരുണ്ട്, മൊറാര്യരുണ്ട്, അങ്ങനെ പല കുടുംബക്കാരുണ്ട്.
ഓരോ കുടുംബക്കാർക്കും ചെയ്യേണ്ട ജോലികൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പെട്ടകം ചുമക്കേണ്ടുന്ന ഉത്തരവാദിത്വം കോഹാത്യർക്കുള്ളതാണ്. അപ്പോൾ ഈ കോഹാത്യരിൽ തന്നെ എല്ലാവർക്കും ഇത് എടുക്കാൻ പാടില്ല. 30 വയസ്സിൻ്റെ മുകളിലും വേണം, 50 വയസ്സിൻ്റെ താഴെയുമുള്ള ആളുകൾ വേണം ഇത് ചുമപ്പാൻ. അങ്ങനെ തിരഞ്ഞെടുത്തു. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കോഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. അതായത് അഹ്റോന്റെ മക്കൾ വന്ന് ഈ പെട്ടകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട സമയം വരുമ്പോൾ ഇത് ജനത്തിൻ്റെ കണ്ണിൽ നിന്ന് മറയത്തക്ക വിധം മൂടുശീലകളിട്ട് മറയ്ക്കേണ്ട ഉത്തരവാദിത്വം അഹ്റോന്റെ മക്കൾക്കുള്ളതാ. അത് ആ പരിപാടി കഴിഞ്ഞാൽ ഈ പെട്ടകത്തിൻ്റെ 2 വശത്തായിട്ട് 4 വളയങ്ങളുണ്ട്. ഈ വളയങ്ങളിലൂടെ ഒരു തണ്ട് ചെലുത്തണം, 2 വശത്തും തണ്ട് ചെലുത്തണം. അങ്ങനെ മുൻവശത്ത് 2 പേരും പുറകുവശത്ത് 2 പേരുമായിട്ട് ഈ തണ്ട് ചുമലിൽ എടുത്തുകൊണ്ട് വേണം ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. ഇത് കാളവണ്ടിയെ കയറ്റാൻ പറ്റിയ മുതലല്ല. ഇതിൻ്റെ നിയമങ്ങൾ ദാവീദ് പഠിക്കുകയും അങ്ങനെ കൊഹാത്യരെ കൊണ്ട് ഇത് ചുമപ്പിക്കുകയും ചെയ്തപ്പോൾ പെട്ടകം അതിൻ്റെ സ്ഥാനത്തെത്തി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 4 പേര് ചുമക്കുന്ന പെട്ടകത്തേക്കാൾ എത്ര ആർഭാടമാണ് 30,000 പട്ടാളക്കാരുടെ അകമ്പടി. എത്ര മനോഹരമായിരിക്കും ഒരു 50,000-ഓ 2 ലക്ഷം ആളുകളോ പീപ്പിയും കുഴലും വാദ്യമൊക്കെ ആയിട്ട് മുമ്പിൽ നടക്കുന്ന എത്ര വലിയ ആഘോഷമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് താൻ പറഞ്ഞ കാര്യം അതേപടി അനുസരിക്കുന്നവരെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്, ഇല്ലേ? നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാൽ ഒരു കാര്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞു വേണം നാം ചെയ്യാൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എപ്പോൾ? ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ രൂപാന്തരം നമ്മിൽ നടക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സമ്പൂർണമായ ദൈവഹിതം. ഈ ദൈവഹിതം അറിയാൻ വേണ്ടി നമ്മൾ ആരടുക്കലും പോണ്ട. നാം ഇരിക്കുന്നിടത്ത് ഈ ദൈവഹിതം നമുക്ക് വെളിപ്പെട്ടു വരും. അതിന് നാം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. 2, മനസ്സ് പുതുക്കി ഓരോ ദിവസവും പുതുക്കപ്പെടണം. ഇനി ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യം. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സൗത്ത് കൊറിയയിലെ സോൾ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വെച്ച് ഒരിക്കൽ ഒളിമ്പിക്സ് നടന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു മലയാളി പെൺകുട്ടി, പേര് വത്സമ്മ എന്നാണോ ഷൈനി എന്നാണോ PT ഉഷ എന്നാണോ എന്ന് എനിക്കറിയില്ല. PT ഉഷയാണ്. ഓക്കെ, ഓടി ജയിച്ചു, സമ്മാനം കിട്ടിയില്ല. എന്താ കാരണം എന്നറിയാമോ? അവൾ ഓടിയത് അവൾക്ക് ഓടേണ്ട ട്രാക്ക് കൂടെ അല്ല. കഴിഞ്ഞ ഷൈനി എന്നാ പറയുന്നത്, അത് PT ഉഷ അല്ല, അത് ഷൈനി അബ്രഹാം. എനിക്ക് നല്ല ഓർമ്മയില്ല. വത്സമ്മയോ ഇനി വേറെ ആരെങ്കിലും ആവട്ടെ, എന്തായിരുന്നാലും ഓടിയെത്തി. പക്ഷെ ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയില്ല. കാരണം അവൾക്ക് ഓടാൻ വേണ്ടി മാർക്ക് ചെയ്ത ട്രാക്കിലൂടെ അവൾ ഓടണമായിരുന്നു.
പക്ഷെ അവൾ ഓടിയ ട്രാക്ക് മറ്റൊരാൾക്ക് ഓടാനുള്ള ട്രാക്കായിരുന്നു. അതുകൊണ്ട് റീപ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഈ കുട്ടി ഓടിയെത്തി എന്നുള്ളത് ശരിയാ, പക്ഷെ ട്രാക്ക് മാറിപ്പോയി, സമ്മാനം കിട്ടിയില്ല. അപ്പം നാം ദൈവസന്നിധിയിലേക്ക് ഓടുന്നവരാ അല്ലേ? വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് ഓടണമെന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യാണ്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. വെറുതെ ഓടിയ പോരാ, ക്രിസ്തുവിനെ മുന്നിൽ നിർത്തി അവനെ നോക്കി നാം ഓടണം. അപ്പം എന്ത് ചെയ്യണം? അനാവശ്യമായ ഭാരവും മുറുകെ പറ്റുന്ന പാപമൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ഇങ്ങ് നീക്കിക്കളയാം. കാരണം അത് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയാണ് അത്യുന്നതനായ ദൈവം തൻ്റെ പുത്രനെ കാൽവരിയിൽ ഹോമിച്ചത്. അതുകൊണ്ട് നാം ഇനി മുറുകെ പറ്റുന്ന ആ പാപം ചുമന്നുകൊണ്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പക്ഷത്തുനിന്ന് ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സമയാസമയങ്ങളിൽ കിട്ടേണ്ട ഉപദേശമാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കാര്യത്തിന് ദൈവം എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുറുകെ പറ്റുന്ന പാപം വിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവിനെ നോക്കി നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. ഗ്ലോറി ജീസസ്.